ഹേ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി പുതിയ വീഡിയോസ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നല്ല പ്രിന്റ് ഉള്ള ഓസ്കാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടാങ്ക് ഇതാ സെറ്റാണ് കേട്ടോ, ഫുൾ ആമ്പലൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓസ്കാറിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അക്ഷത്ത് ഇത് സുഷിന്റെ കസിനാണ്, ഫ്രണ്ടാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണ് എല്ലാവർക്കും ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സെറ്റായി തരാം. അപ്പോൾ നമുക്ക് ഓസ്കാറിനെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമ്മളെ ഓസ്കാറിന് അതുപോലെ തന്നെ അരോണിയൊക്കെ കുറച്ച് ഫീഡ് കൊടുക്കാറുണ്ട്. ഓസ്കാർ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ആ ഫീഡ് ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മളെ ഹൈപ്രോ ന്യൂട്രലും കൂടി മിക്സ് ആണ് കേട്ടോ, ഇത് കൊടുത്താൽ മതി. അപ്പൊ നമ്മളെ ഓസ്കാറൊക്കെ അതെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല കിടിലം പ്രിന്റാണ്. നമ്മളെ ആൽബിൻ അരോണിനെ കാണിച്ചതാ കണ്ടോ, അരോണയും പെല്ലറ്റ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടോ ഗൈസ്. ഇത് മുകളിലേക്ക് ഇപ്പോൾ വരും, കുറച്ച് ഫിയറായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഫയർ ഉണ്ടതാ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം എന്തായാലും അത് കളയണം, ഒരു ഓവർഫ്ലോ സെറ്റപ്പ് വെക്കണം. പിന്നെ നമ്മളെ താമരയും ഉഷാറായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് ഗപ്പീസ് എന്തിനാ ഇടാം. അല്ല, നമ്മളെ ആൽബിനാരാണ് പോകുന്നത്. പലട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മള് സിൽവർ ആരോണതാ. അപ്പോൾ നമ്മൾ ഈ ഒരു നാച്ചുറൽ പോണ്ടിലുള്ള സിൽവർ അരോണയും അതുപോലെ തന്നെ ആൽബിനോ അരോണയും നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അവരെ കളറിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പെല്ലറ്റ് ഫീഡൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ ആൽബിനോ അരോണ. അപ്പോൾ ഈ കളറിൽ വ്യത്യാസം എന്ന് പറയാൻ കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അക്വേറിയത്തിൽ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി വൈറ്റിഷ് കളറിലേക്ക് പോകും. പക്ഷെ നമ്മൾ ഈ ഒരു പോണ്ടിലിടുന്ന സമയത്ത് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു കളറിലേക്കാണ് മാറുന്നത്. അവരുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ തന്നെയാണത്. കറക്റ്റായിട്ടുള്ള അവരുടെ ഹാബിറ്ററ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അരോണ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് വയ്ക്കും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും, ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ്. നമ്മൾ ഏതൊരു ടാങ്ക് ചെയ്യുകയാണെങ്കിലും ഇതുപോലത്തെ ഒരു ആമ്പൽ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യം വരില്ല. കാരണം ഈ ഒരു ആമ്പൽ നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിനെ ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചോളും. മഴക്കാലമാണെങ്കിൽ കറണ്ട് പോകുന്ന ഇഷ്യൂ കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എയറേഷനും ഫിൽട്രേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് മോട്ടറൊക്കെ നിന്ന് പോകാറുണ്ട്. അപ്പോൾ ഫിഷ് ഡെഡ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ആമ്പൽ ചെടി വെള്ളത്തിന് നല്ല ഓക്സിജൻ റിച്ച് ആക്കും. അപ്പോൾ എയറേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അമോണിയ എന്ന് പറഞ്ഞിട്ട് ചില മീനുകൾ ഡെഡായി പോകാറുണ്ട്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്ത യൂണിറ്റ് ആയിരിക്കും ചിലത്. അപ്പോൾ ഫിഷിൻ്റെ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ മോഷനൊക്കെ ആമ്പലിൻ്റെ റൂട്ട് സക്ക് ചെയ്തെടുത്തോളൂ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ആമ്പലിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. മഴക്കാലത്ത് ഓക്സിജൻ കട്ടായിപ്പോയി ഫിഷ് ഡെഡ് ആവുന്ന ഇഷ്യൂസ് ഇല്ല. അപ്പം എല്ലാം കൊണ്ടും ബെനിഫിറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫിഷിൻ്റെ കറക്റ്റ് ഹെൽത്ത് കാര്യങ്ങളും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും ഒരു ആമ്പലിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്താൽ 100% ബെനിഫിറ്റ് ആണ് കേട്ടോ. ഫിഷ് കറക്റ്റ് ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ഓസ്കാർ. നമ്മൾ കോപ്പറിനൊരു പേരിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ടൈഗറിനൊരു പേരുണ്ട്. ഇതിൻ്റെയൊക്കെ കളറേഷൻ കണ്ടോ, അത്രയും പക്ക കളറേഷനുള്ള നല്ല അടിപൊളി സാധനമാണ് അല്ലേ. കിട്ടിലും കോപ്പർ, അതിൻ്റെ കളറുണ്ടോ. ഓക്കെ, കോപ്പറും ടൈഗറൊക്കെയാണ് വൈൽഡ് സ്പീഷീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തു നിന്നാണ് ബാക്കിയുള്ളതിനൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു മെയിലാണ് കേട്ടോ. മെയിലിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു വെൻറ്റ് എങ്ങനെ കാണാന്നുള്ളത്. ഈ വെൻറ്റിൻ്റെ അവിടെ 2 ഹോൾസ് ഉണ്ടാവും. ഈ 2 ഹോൾസും സെയിം ലെവലിലാണെങ്കിൽ അത് മെയിലാണ്. നമുക്കിതൊരു 5 ഇഞ്ച് നിയർ സൈസ് ഉണ്ട്. ഈ സൈസിലൊക്കെ ഏതാണ്ട് മനസ്സിലാവും. കുറച്ചൊന്ന് നമുക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു പെയർ കൂടി ഉണ്ട് അല്ലേ. ഇതിനേക്കാളും കുറച്ച് സൈസ് കുറവാണ്, എന്നാലും ഒരു 1/2 ഇഞ്ചൊക്കെ കുറവുള്ളൂ. ഇത് നല്ല കളറുള്ള കോപ്പറാണ്. കോപ്പറിൻ്റെ കളർ വെച്ചാൽ ഇനിയും ഇത് കൂടി വരും കേട്ടോ, ഈ ബ്ലാക്ക് ഷെയ്ഡ് പോയിട്ട്. പിന്നെ നമ്മൾ ഇടുന്നത് അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ടാങ്കിലാണ്. അപ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ ഉള്ള ക്വാളിറ്റി ഇത് കാണിക്കും. എന്നാലും മോശമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ഓസ്കാറിൻ്റെ അടുത്താണ്. അതായത് ഇത് ഒരു ഫീമെയിലാണ് കേട്ടോ.
ഞാൻ നോക്കിയെടുത്താണ്. ഫീമെയിലിന് ഓസ്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെന്റ് ചെറുതും ഒരു വെന്റ് വലുതായിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. മെയിലിന് സെയിം ആയിരിക്കും, ഫീമെയിലിന് ഒന്ന് ചെറുതും ഒന്ന് വലുതായിരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഒരുപാട് വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓസ്കാറിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കോപ്പറിന്റെ ഒരു പെയർ. അടുത്ത നമുക്ക് ഇവിടുത്തെ ഒരു ടൈഗറിന്റെ ഒരു പെയറുണ്ട്. അപ്പോൾ കോപ്പർ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ടൈഗറിനെ കാണിച്ചില്ല. ടൈഗറാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ്. പ്രിന്റ് കണ്ടോ നിങ്ങൾ? ഇതാണ് ടൈഗർ. പ്രിന്റ് കണ്ട് കിട്ടില്ല, പ്രിന്റ് അല്ലേ? ഫുൾ പ്രിന്റാണ് കേട്ടോ, തല തൊട്ട് വാല് വരെ പ്രിന്റാണ്. അപ്പോൾ ഇത് സെയിം സൈസാണ് കേട്ടോ, എല്ലാം സെയിം സൈസിലാണ് എടുത്തത് നമ്മൾ അല്ലേ. ഇത് ഒരു ഫീമെയിലാണ്, ഒരു വെന്റ് ചെറുതും ഒരു വെന്റ് വലുതും കേട്ടോ. ഓക്കെ, അടുത്ത അതിൻ്റെ ഒരു പെയറുണ്ട്. ഇത് കുറച്ച് പ്രിന്റ് കുറവാണ്, എന്നാലും നല്ല കളറേഷനൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓസ്കാറാണ് കേട്ടോ. കാണിച്ചതാ അല്ലേ. ഓക്കെ, ഇതൊരു മെയിലാണ് കേട്ടോ, രണ്ടും ഒരേപോലത്തെ വെന്റ്. ഇത് അത്ര ഫോക്കസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, എന്നാലും അങ്ങനെയാണ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞത്. നമ്മളത് കറക്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. ഓക്കെ, അടുത്തത് ഫയർ റെഡ് ആണ്. ഫയർ റെഡ് എനിക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി അല്ല കിട്ടിയത്, എന്നാലും ഉള്ളത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫയർ റെഡ്, അതിൽ നമുക്ക് ജെൻഡർ ഒന്നിൻ്റെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മറ്റേ കുറച്ച് ചെറുതാണ്. ഇതൊരു ഫീമെയിലാണിത്. നല്ലൊരു വെന്റ് ചെറുത് ഒരു വെന്റ് വലുത്. ഓക്കെ, അത്ര ഒരു നല്ല ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല. ഇതൊരു നല്ല ക്വാളിറ്റി ഫയർ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും ചെമ്മീനൊക്കെ കൊടുത്താൽ സെറ്റാവെന്ന് വിചാരിക്കാം. ഇത് നോർമൽ ഒരു ക്വാളിറ്റി. എൻ്റെ ഒരു പെയറുണ്ട്, കുറച്ച് ചെറുതാണ് ഇത്. ഇതിനെ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതാണ്. ഓക്കെ, ഇത് മെയിലാണോ ഫീമെയിലാണോ നമുക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. മറ്റേതിനെക്കാളും കുറച്ചൊരു കളർ ഇതിനാണ് കേട്ടോ അധികം ഉള്ളത്, അപ്പോൾ അങ്ങനെ എടുത്താണ്. ചെറിയൊരു ഡീഫോമിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെയിലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഉണ്ടല്ലേ ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സീനുണ്ട് ഉണ്ടോ, ഒരു അഡീഷണൽ ഗ്രോത്ത് ഉണ്ടല്ലേ. ജസ്റ്റ് നമ്മൾ എടുത്താണ്ടോ ഒരു ഷോന് വേണ്ടി മാത്രം. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ടൈഗറിനെയും കോപ്പറിനായിരുന്നു. അത് നല്ല പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലേക്ക് ഇവരെ തന്നെ റിലീസ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ നമ്മളെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആൽബിനോരോണയും അതുപോലെ തന്നെ സിൽവറും ഉണ്ട്. അതിന് കൂടെ നമ്മളിത് കോപ്പറിനെ റിലീസ് ചെയ്യാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നമ്മുടെ അടുത്ത കോപ്പർ അടിപൊളി കേട്ടോ, നല്ല അടിപൊളി കോപ്പറിനായിട്ട് അതിനെ നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ ടൈഗറാണ്. നമ്മൾ ടൈഗർ നമുക്ക് റിലീസ് ചെയ്യാം. പിന്നെ നമ്മളെ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈഗർ, കംപ്ലീറ്റ് പ്രിന്റുള്ള ടൈഗർ. ഇത് അടിപൊളിയല്ലേ? എല്ലാവരും കമന്റ് കേട്ടോ, ഈ ഫിഷിനെ അടിപൊളിയല്ലേ? അപ്പോൾ ഇതിനെയും കൂടി നമുക്ക് റിലീസ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മളെ 2 ഫയർ റെഡാണ്. ഓക്കെ, ഒരു നോർമൽ ക്വാളിറ്റി കേട്ടോ. ഈ ഫയർ റെഡും കൂടി നമുക്ക് റിലീസ് ചെയ്യാം. ഓക്കെ, ഓൾ സെറ്റ്. നമ്മളെ ടാങ്ക് ഒന്ന് വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ആമ്പലിൽ ഇങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഓസ്കാറിനെ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മഴ ഉണ്ടല്ലേ, ഫുള്ള് ക്ലൈമറ്റ് ഭയങ്കര ഇഷ്യൂ ആണ്, നല്ല മഴേൻ്റെ സീനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ ഫീഡിങ്ങിൻ്റെ വീഡിയോ ആദ്യം കാണിച്ചത്. സോ അപ്പോൾ അതിനെ പിടിച്ചിട്ട് നമ്മൾ രണ്ടാമത് കാണിച്ചുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ഇളകി പോയത് കേട്ടോ. കുറച്ച് നമ്മൾ സെറ്റിൽ ആയിക്കോളും. പിന്നെ അതേ ഒരു മുട്ടിട്ടിട്ടുണ്ട്, എന്തായാലും വിരിയും. നമ്മൾ ഫീഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെമ്മീന് 1 ടൈം കൊടുക്കും നൈറ്റ്. ഡേ ടൈമിൽ നമ്മൾ ന്യൂട്രലയും അതുപോലെ തന്നെ ഹൈപ്രോഡ് മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ക റിസൾട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാണ്ട് വെച്ചൊരാളുണ്ട്, അയാളെയും കൂടി കാണിച്ചു തരാം. അതായത് നമ്മളൊരു ഫ്രണ്ട് വന്നായിരുന്നു കേട്ടോ ഇതിനെ. പുള്ളി ഇതിനെടുത്തിട്ട് കംപ്ലീറ്റ്ലി ഫംഗസ് വന്നിട്ട് പണിയായി പോയായിരുന്നു. നമ്മൾ ട്രീറ്റ് സെറ്റാക്കിയതായിരുന്നു. ഒരു ജയന്റ് കോരാണ് കണ്ടോ, അവിടെ കണ്ടല്ലേ ഫംഗസ് വന്നിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു.
അപ്പോൾ ടെയിലൊക്കെ വന്ന് ഫുള്ള് റിക്കവർ ആയതാണ്. ഇതൊരു മെയിലാണ് കേട്ടോ. മെയിലിനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസൽ പിന്നിന് ഉണ്ടാവും, നല്ല ലെങ്ത് ഉണ്ടാവും, പഴയ ഇങ്ങനെ ലെങ്ത് ഉണ്ടാവും ഡോർസൽ പിന്നിന്, താഴത്തെ ഫിൻസിലും ഉണ്ടാവും. ഫീമെയിൽ ആണെങ്കിൽ ഇതൊരു കറവായിട്ടാണ് ഉണ്ടാവുക, ഈ ഒരു ലെങ്ത് കിട്ടൂല. അങ്ങനെ മനസ്സിലാക്കി എളുപ്പമായിട്ട്. പിന്നെ ഈ ഒരു സൈസിന് ഒരു നോർമൽ റേറ്റേ ഉള്ളൂ, ഒരു 250 പെയറിനൊക്കെ വരും. അപ്പോൾ നമ്മളടുത്തിപ്പോൾ സ്റ്റോക്ക് ഇല്ല. ഈ ഒരു സീസണിലൊക്കെ ജയന്റ് വെയർ അത്യാവശ്യം അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ജയന്റ് വെയറിനെ റിലീസ് ചെയ്തിട്ടുണ്ട്, അതൊരു ബോണസ് ആണ്. അപ്പോൾ നമ്മൾ ഓസ്കാറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടി ഓസ്കാറിന്റെ. അപ്പോൾ നമ്മൾ ഫൈനലി ഓസ്കാറിനെ വാങ്ങിയിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഓസ്കാറാണ്. അപ്പം ബാക്കിയുള്ളത് ഇനി ആൽബിനോ ടൈഗറിന്റെ ഒരു പെയറാണ്. പിന്നെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഫയറിന് കിട്ടാൻ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു അരോണേനെ മാത്രം കീപ്പ് ചെയ്തിട്ട് ഈ അരോണ ടാങ്ക് ആക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു അഭിപ്രായം പോലെ പറയാം. പിന്നെ ഈ മഴേന്റെ ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പം ഞാൻ നാട്ടിലില്ലായിരുന്നു, കൊല്ലം ആയിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്ന് അപ്പോൾ അവൻ പോകുന്നതിന്റെ മുന്നേ നല്ല ഓസ്കാറിനെ കിട്ടുമ്പോൾ കളക്ട് ചെയ്തിട്ട് ഇട്ടതായിരുന്നു. അപ്പം ആ ടൈമിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വന്ന് അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഇനി ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക്, നമ്മൾ ഈ ഒരു ഓസ്കാറിനെ മാറ്റിയിട്ട് വേറെ ടാങ്കിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം, കുറച്ച് ഓസ്കാർസിനെ കളക്ട് ചെയ്യുക. ഇത് നമുക്ക് അരോണയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടാങ്ക് ആക്കിയാലും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക നിങ്ങൾ.